എൻ്റെ പേര് ലയന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2025 പബ്ലിക് എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മുന്നത്തെ 2 വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇഫ് P of x equal to x square minus 7x plus 12, what is P of 3? ഇവിടെ ഇപ്പോൾ നമുക്ക് P of x തന്നിട്ടുണ്ട്. P of 3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ നമുക്കിതിൻ്റെ P of 3 കണ്ടുപിടിക്കാം. അപ്പോൾ P of 3 equal to 3 square minus 7 into 3 plus 12. 9 minus 21 plus 12, that is equal to 12 plus 9 21, 21 minus 21, that is equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P of 3 equal to 0. Write a first degree factor of P of x minus P of 3. P of x minus P of 3യുടെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ P of x എന്ന് പറയുന്നത് ഇതാണെന്നും P of 3 എന്നുള്ളത് 0 ആണെന്നും നമുക്കറിയാം. അപ്പോൾ P of x മൈനസ് P of 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? P of x, അതായത് ഇത് 0 ആയിപ്പോയത് കൊണ്ട് x സ്ക്വയർ മൈനസ് 7x പ്ലസ് 12, ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ P of x മൈനസ് P of 3, that is equal to x square minus 7x plus 12 minus 0, that is equal to x square minus 7x plus 12. ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4, എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 3ഉം എക്സ് മൈനസ് 4ഉമാണ്. ഡിഫൈൻ ദ സൊല്യൂഷൻസ് ഓഫ് P of x മൈനസ് P of 3 ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ P of x മൈനസ് P of 3 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0യിൽ നിന്ന് എക്സ് ഈക്വൽ ടു 3 കിട്ടും. അതുപോലെ തന്നെ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0യിൽ നിന്ന് എക്സ് ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 3ഉം 4ഉമാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ട്രയാങ്കിൾ ABC, AB ഈക്വൽ ടു 8 cm, BC ഈക്വൽ ടു 10 cm and angle B equal to 50 degree. Find the perpendicular distance from the vertex A to BC. Find the area of triangle ABC. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ABC നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് AB ഈക്വൽ ടു എന്താണ്? 8 cm, BC ഈക്വൽ ടു 10 cm ആൻഡ് ആംഗിൾ B ഈക്വൽ ടു 50 degree. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടെക്സ് A ടു BC. എയിൽ നിന്നും BCയിലേക്കുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എയിൽ നിന്ന് BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ സൈനിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു 0.77 എന്നും കോസ് 50 ഡിഗ്രി ഈക്വൽ ടു 0.64 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് സൈൻ 50 ഡിഗ്രി വെച്ചിട്ടാണ് ഇവിടെ ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ എച്ച് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ എന്താണ് ട്രിഗ്നോമെട്രിയിൽ വരുന്നതാണ് അല്ലേ, സൈൻ കോസൊക്കെ. അപ്പോൾ ഇതിനകത്ത് സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്.
ഇവിടെ സൈൻ 50 ഡിഗ്രി. ഈ സൈൻ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച്. നമുക്കറിയാം ആംഗിൾ ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇവിടെ സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് h/8 എന്നുള്ളത് നമുക്ക് കിട്ടും. h/8. അപ്പോൾ സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് h/ ഹൈപ്പോട്ടന്യൂസ് 8 ആണ്. ഇവിടെ സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.77. അപ്പോൾ 0.77 ഈക്വൽ ടു h/8. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് h ഈക്വൽ ടു 8 ഇൻറ്റു 0.77 സെൻറ്റിമീറ്റർ, 8 ഇൻറ്റു 0.77 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC-യുടെ ഏരിയ കണ്ടുപിടിക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് BH ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ ബ്രെഡ്ത്ത് B ഈക്വൽ ടു 10 ആണെന്നറിയാം. ഇപ്പോൾ നമുക്ക് എച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് BH, അതായത് ഹാഫ് ഇൻറ്റു എന്താണ്? B എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു പിന്നെ ഇവിടെ H എന്ന് പറയുന്നത് എന്താണ്? 8 ഇൻറ്റു 0.77. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? 30.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. 30.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, triangle ABC is an equilateral triangle. Coordinates of A are 1, 3 and coordinates of B are 5, 3. Find the length of AB. Write the coordinates of the midpoint of AB. Find the coordinates of the vertex C. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഇനി ആ എയുടെ കോർഡിനേറ്റ്സ് ഇവിടെ 1, 3 എന്നും ബിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ 5, 3 എന്നും തന്നിട്ടുണ്ട്. ഇനി അത് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എബിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുള്ളത് റൂട്ട് ഓഫ് x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അതായത് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1, 3യും 5, 3യും ആണ്. അതായത് ഇത് x1 y1, ഇത് x2 y2. അപ്പം അങ്ങനെയാണെങ്കിൽ x2 മൈനസ് x1, അപ്പോൾ ഇവിടെ എന്താണ്? റൂട്ട് ഓഫ് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അതുപോലെ y2 മൈനസ് y1 3 മൈനസ് 3. അപ്പോൾ 3 മൈനസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ് അല്ലേ? 0 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ത് കിട്ടും? 5 മൈനസ് 1 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. അത് റൂട്ട് 16 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബിയുടെ ലെങ്ത്ത് എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞ് കിട്ടി. എ ബിയുടെ ലെങ്ത്ത് എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത് എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബിയുടെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അപ്പോൾ ഇവിടുത്തെ x1 x2 അതായത് 1 പ്ലസ് 5/2 1 പ്ലസ് 5/2 y1 പ്ലസ് y2/2 3 പ്ലസ് 3/2 3 പ്ലസ് 3/2 അതായത് 6/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 3 6/2 എന്ന് വെച്ച് കഴിഞ്ഞാലും 3 ആണ്. അപ്പോൾ നമുക്കിവിടെ മിഡ് പോയിൻ്റ് എന്നുള്ളത് എന്ത് കിട്ടി? 3, 3. അപ്പം മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 3, 3 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ് സി. ഈ വെർട്ടെക്സ് സിയുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ എന്താണ്? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/2 ഇൻറ്റു സൈഡ്. √3/2 ഇൻറ്റു സൈഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് എന്ത് കിട്ടിയിട്ടുണ്ട്? 4 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ √3/2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഇതെന്താണ്? 2√3. ഇതെന്ന് പറയുന്നത് 2√3. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ത് കിട്ടി? 2√3 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് നമുക്ക് 3 3 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എ ബിക്ക് മുകളിലായിട്ടാണ്. സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എ ബിക്ക് മുകളിലായിട്ടാണ്. ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ വെർട്ടെക്സ് സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് സി, അതായത് ഇവിടെ മിഡ് പോയിന്റ് 3 3 ഉണ്ട്. അപ്പോൾ എ ബിക്ക് മുകളിൽ ആണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? 3, 3 + 2√3, 3, 3 + 2√3 എന്നുള്ളതാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, diameters of two hemispheres are in the ratio 3:2. Write the ratio of their radii. Write the ratio of their volumes. If the volume of the first hemisphere is 108 cubic centimeters, what is the volume of the second? ഇവിടെ നമുക്ക് തന്നേക്കുന്നത് diameters of two hemispheres are in the ratio 3:2. ടു ഹെമിസ്ഫിയേഴ്സിൻ്റെ ഡയമീറ്റേഴ്സ് 3:2 എന്ന റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ടു ഹെമിസ്ഫിയേഴ്സിൻ്റെ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ 3:2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡി. റേഡിയുടെ റേഷ്യോ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും റേഡിയസിൻ്റെ റേഷ്യോ വരുന്നത്. ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പം നമുക്ക് റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 3:2 തന്നെയായിരിക്കും. 3:2 തന്നെയായിരിക്കും. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദിയർ വോളിയംസ്. വോളിയംസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഇവിടെ ഇപ്പോൾ ഹെമിസ്ഫിയേഴ്സിൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. ഹെമിസ്ഫിയേഴ്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആണ്. 2/3 πr³. ഹെമിസ്ഫിയേഴ്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ആണ്. ഇവിടെ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ എടുക്കാം? അതായത് V1:V2 = 2/3 πr1³ 2/3 πr2³. 2/3 πr1³ 2/3 πr2³. ഇവിടെ 3:2 എന്നാണ് നമുക്ക് റേഷ്യോയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം 2/3 π × r1³ എന്ന് പറയുമ്പോൾ 3³. അപ്പോൾ 3³ = 2/3 π × എന്താണ് 2³. ഇത് രണ്ടും ക്യാൻസലായി പോകും. അത് രണ്ടും ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 3³ എന്ന് പറയുന്നത് 27, 2³ എന്ന് പറയുന്നത് 8. അപ്പോൾ എന്താണ് അതിൻ്റെ വോളിയംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ആ ഹെമിസ്ഫിയേഴ്സിൻ്റെ വോളിയംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 27:8 എന്നാണ് കിട്ടിയത്. ഇനി ഇഫ് ദ വോളിയം ഓഫ് ദി ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് 108 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സെക്കൻഡ്? അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം നമുക്ക് 108 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് വണ്ണിൻ്റെ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ, അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് വോളിയംസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. V1:V2 = 27:8 എന്നുള്ളത്. V1:V2 = 27:8 എന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് ഹെമിസ്ഫിയറിൻ്റെയാണ് നമ്മളോട് 108 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അത് 27 × 4 ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 108 നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ V2ൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 8 × 4 = 32. 8 × 4 = 32. അപ്പം സെക്കൻഡ് വണ്ണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 32 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് റെഡ് ആൻഡ് ബ്ലൂ ബീഡ്സ്, 16 out of them red. If the probability of getting a red bead is 2/3, what is the total number of beads? What is the probability of getting a blue bead? If 4 red beads are removed from the box, what is the probability of getting a red bead? ഇപ്പോൾ ഇവിടെ എന്താണ്? എ ബോക്സ് കണ്ടെയ്ൻസ് റെഡ് ആൻഡ് ബ്ലൂ ബീഡ്സ്, 16 out of them red. അപ്പോൾ അതിനകത്ത് 16 എണ്ണം റെഡാണ്,
ഇനി ആ ഒരു റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. എന്നിട്ട് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്? ഫസ്റ്റ് വൺ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഞാൻ ടി എന്ന് പറഞ്ഞെടുത്താൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്നുള്ളത് ഞാൻ ടി എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 16/t = 2/3 എന്ന് എഴുതാം. 16/t = 2/3. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ആണ് ടി എന്ന് പറയുന്നത്. അതിനകത്ത് 16 എന്ന് പറയുന്നത് എന്താണ്? റെഡാണ്. ഈ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ 2/3 എന്ന് പറയുന്ന കിട്ടിയിട്ടുള്ളത്. അതാണ് പ്രോബബിലിറ്റി 2/3. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് ടി ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ടി = 16 × 3/2. 16 × 3/2. ഇതും ക്യാൻസലായിപ്പോയി. 8 കിട്ടി. 8 × 3 = 24. അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്നുള്ളത് 24 എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? ബ്ലൂ ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്കിപ്പോൾ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 24 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡ് ബീഡ് എന്ന് പറയുന്നത് 16 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബ്ലൂ ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 24 - 16/24. 24 - 16/24 അതെന്താണ്? 8/24 ആണ്. 8/24. 8/24 ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/3. 1/3 ആയിരിക്കും കിട്ടുന്നത്. ഇനി if 4 red beads are removed from the box, what is the probability of getting a red bead? ഇനി നമ്മൾ അതിനകത്ത് നിന്ന് 4 റെഡ് ബീഡ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 16 ആണ് ടോട്ടൽ ഇവിടെ റെഡ് ഉള്ളത്. 16 ആണ്. അപ്പോൾ ആ 16ൽ നിന്നുമാണ് ഞാൻ 4 റെഡ് ബീഡ്സ് ഇവിടെ റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ 16 - 4/. അതുപോലെ തന്നെ ടോട്ടലിൽ നിന്നും ആ ഒരു 4 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 24 ആണ്. അപ്പോൾ 24 - 4. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടും? 12/20. 12/20. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3/5 എന്ന് കിട്ടും. 3/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O is the center of the circle. PA and PB are tangents. Angle PAB = 65 degree. Find the measures of the angles below. Angle PBA, angle AOB, angle P, angle ACB. അപ്പോൾ ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ്? O സെൻറ്ററായിട്ട് ഒരു സർക്കിള് തന്നിട്ടുണ്ട്. PA PB എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻസ് ആണ്. PA PB എന്ന് പറയുന്നത് ടാൻജൻസ് ആണ്. ആംഗിൾ PAB = 65 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ PAB = 65 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, അതായത് ഒരു സർക്കിളിൻ്റെ ഔട്ടർ പോയിൻറ്റിൽ നിന്ന് ആ ഒരു സർക്കിളിലേക്ക് നമ്മൾ ടാൻജൻസ് വരച്ചാൽ, ആ ഒരു സർക്കിളിലേക്ക് ടാൻജൻസ് വരച്ചാൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഔട്ടർ പോയിൻ്റാണ് ഇവിടെ P എന്ന് പറയുന്നത്. ആ P എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ആ രണ്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ PAB എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ PBA എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ആംഗിൾ PBA = 65 ഡിഗ്രി. അതുപോലെ ആംഗിൾ AOB എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമുക്ക് 65 ഡിഗ്രി, ഇവിടെ നമുക്ക് 65 ഡിഗ്രി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഫാക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് റേഡിയസും, ഒരു സർക്കിളിൻ്റെ റേഡിയസും അതുപോലെ തന്നെ ടാൻജൻറ്റും അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു സർക്കിളിൻ്റെ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ 65 ഡിഗ്രി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി ഈ ഒരു സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. ഈ സ്മോളർ ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 25 ആണെങ്കിൽ ഇതും ഇതുപോലെ തന്നെയാണ്. ഇതൊരു റേഡിയസ്, ഇതൊരു ടാൻജൻറ്റ്. അപ്പോൾ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 65 ആണെങ്കിൽ ഇത് 25 ആയിരിക്കും. ഈ 25ഉം ഇവിടെയുള്ള 25 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു 180യിൽ നിന്നും നമ്മളെന്താണ് ആ രണ്ട് ആംഗിൾസ് പറഞ്ഞു, 25 + 25. അത് മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 180 - 50 = എന്ത് കിട്ടും? 130 ഡിഗ്രി. 180 - 50 = 130 ഡിഗ്രി. അതായത് ആംഗിൾ AOB എന്ന് പറയുന്നത് എന്താണ്? 130 ഡിഗ്രി. ആംഗിൾ AOB എന്ന് പറയുന്നത് 130 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആംഗിൾ P. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 65, ഇവിടെ 65, അപ്പോൾ അതിനകത്ത് നിന്ന് 180 - 65 + 65, അതായത് 180 - 130, അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ P എന്ന് പറയുന്നത് എന്താണ്? 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആംഗിൾ ACB. ആംഗിൾ ACB എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യം തന്നെ സർക്കിളിൻ്റെ തിയറംസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഈസ് ട്വൈസ് ദി ആംഗിൾ അറ്റ് ദി സർക്കംഫറൻസ്. അതായത് സെൻറ്ററിലായിരിക്കും സർക്കംഫറൻസിലുള്ള ആംഗിളിനേക്കാളും സെൻറ്ററിലായിരിക്കും കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടെ 130 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ ACB എന്ന് പറയുന്നത് എന്ത് കിട്ടും? 65 ഡിഗ്രി. ആംഗിൾ ACB എന്ന് പറയുന്നത് 65 ഡിഗ്രി എന്നായിരിക്കും കിട്ടണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6th term of an arithmetic sequence is 27 and 16th term is 67. Find the common difference of this sequence. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ 6th term 27 എന്നും തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 16th term എന്ന് പറയുന്നത് 67 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ D. കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ D. അതായത് നമ്മൾ ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് an = a + n - 1 × d ആണ്. an = a + n - 1 × d ആണ് ഒരു അർത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് 16th ടേം എന്ന് പറയുമ്പോൾ അത് എന്താണ് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനകത്ത് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തല്ല. അതായത് n = എന്നുള്ളത് നമുക്ക് എന്താണ്? n = എന്നുള്ളത് നമുക്ക് 16 എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. n = എന്നുള്ളത് 16 എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ a + 16 - 1, അതായത് 15d. അപ്പോൾ a + 15d = 67 എന്നും, അതുപോലെ ഇവിടെ 6th term of an arithmetic sequence 27 എന്ന് പറയുന്നുണ്ട്. a + 5d = 27 എന്നും കൊടുക്കാം. ഇതെന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. a മെയിൻ ക്യാൻസലായിപ്പോയി. 15d - 5d എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 10d = 67 - 27, ദാറ്റ് ഈസ് 40. അതായത് 10d = 40 എന്ന് പറഞ്ഞ് കിട്ടി. d = 40/10, ദാറ്റ് ഈസ് = 4. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് d = എന്തെന്ന് കിട്ടി? 4 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ d = 4 എന്നുള്ളത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ a + 5d = 27 എന്നുള്ള ഇക്വേഷൻ എടുക്കണം. a + 5d = 27 എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. a ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ a + 5 × 4 = 27. അതായത് a + 20 = 27. ദിസ് ഈസ് ഈക്വൽ ടു a = എന്ത് കിട്ടും? a = 27 - 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് a = 7 എന്നുള്ളത് കിട്ടി.
റൈറ്റ് ഇറ്റ്സ് ഓൾജിബ്രൈക് ഫോം. ഓൾജിബ്രൈക് ഫോം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് nth ടേം തന്നെയാണ് n = a + n - 1 × d. അപ്പോൾ ഇവിടെ നമ്മൾ a നമുക്ക് 7 എന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ d എന്ന് പറയുന്നത് 4ഉമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതായത് nth ടേം എന്ന് പറയുന്നത് tn = a + n - 1 × d. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എങ്ങനെ കിട്ടും? അതായത് a എന്ന് പറയുന്നത് 7 ആണ്. 7 + n - 1 × d എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 + 4n, n × 4 4n - 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4n. അതായത് 7 - 4 ആണ്. അപ്പോൾ 4n + 3. അപ്പോൾ ഓൾജിബ്രൈക് ഫോം എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? 4n + 3 എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 31 ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇവിടെ നമുക്ക് സം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് 31 ടേംസിൻ്റെ സമ്മാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ അറിയണം. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Sn = അതായത് സം നമ്മൾ എന്താണ് Sn വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ Sn = n/2 × 2a + n - 1 × d എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അല്ലാതെ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ Sn = n/2 × t1 + tn. ഇതും ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ t1 എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 7 ആണെന്നറിയാം. ഇനി tn കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. tn = 4 × n സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 31. n സ്ഥാനത്ത് 31 കൊടുക്കുക. അപ്പോൾ 31 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോഴേക്കും നമുക്ക് 127 എന്നുള്ളത് ആൻസർ കിട്ടും. 127 ഇത് ചെയ്യുമ്പോഴേക്കും 127 എന്ന് കിട്ടും. ഇത് ഇതിനകത്ത് കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ n എന്ന് പറയുന്നത് 31 ആണ്. 31/2 × t1 എന്ന് പറയുന്നത് നമുക്കിവിടെ ഫസ്റ്റ് ടൈം കിട്ടിയിരിക്കുന്നത് 7 ആണ്. 7 + 127 ദാറ്റ് ഈസ് ഈക്വൽ ടു 31/2 × 134. ഇതും കൂടി ക്യാൻസലായിപ്പോയി. 67. 31 × 67 ചെയ്യുമ്പോൾ നമുക്ക് 2077 എന്ന് കിട്ടും. 2077.